ഇലോൺ മസ്കിന്റെ XAI വികസിപ്പിച്ച ഗ്രോക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണം വഴി സ്ത്രീകളുടെയും കുട്ടികളുടെയും അശ്ലീല ഡീപ് ഫേക്ക് ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനെതിരെ ശക്തമായ താക്കീതുമായി ബ്രിട്ടീഷ് സർക്കാർ. നിങ്ങളുടെ ഉറ്റവരുടെ ചിത്രം വെറും നിമിഷങ്ങൾക്കുള്ളിൽ മോശമായ രീതിയിൽ മാറ്റിമറിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇലോൺ മസ്കിന്റെ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് ഇപ്പോൾ അത്തരമൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പണം നൽകിയാൽ ആരുടെ ചിത്രവും അശ്ലീലമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഈ സാങ്കേതിക വിദ്യക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളിലേക്ക്. UK ടെക്നോളജി സെക്രട്ടറി ലിസ് കെൻഡലാണ് ഗ്രോക്ക് AI ടൂളിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് വെറുപ്പുളവാക്കുന്നതും അങ്ങേയറ്റം അപലപനീയവുമാണെന്ന് അവർ പറഞ്ഞു. പണം നൽകുന്നവർക്ക് ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഇപ്പോഴും സൗകര്യമൊരുക്കുന്ന ഗ്രോക്കിന്റെ നടപടി അംഗീകരിക്കാനാകില്ല. ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ അവർ കമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററായ ഓഫ്കോമിനോട് ആവശ്യപ്പെട്ടു. ബ്രിട്ടനിലെ പുതിയ ഓൺലൈൻ സേഫ്റ്റി ആക്ട് പ്രകാരം ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഗ്രോക്കിനെ രാജ്യത്ത് നിരോധിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. ആഴ്ചകൾക്കുള്ളിലല്ല, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓഫ്കോമിൽ നിന്ന് കൃത്യമായ നടപടി പ്രതീക്ഷിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കി. അനുമതിയില്ലാതെ ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് ക്രിമിനൽ കുറ്റമാകുന്നതിനുള്ള പുതിയ നിയമം അടുത്തയാഴ്ചയിൽ തന്നെ പ്രാബല്യത്തിൽ വരും. കൂടാതെ ചിത്രങ്ങൾ നഗ്നമാക്കി മാറ്റുന്ന ന്യൂഡിഫിക്കേഷൻ ആപ്പുകൾ പൂർണ്ണമായും നിരോധിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ഓൺലൈൻ ലോകത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്നവരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് ലിസ് കെൻഡൽ പറഞ്ഞു. ഇലോൺ മസ്കിന്റെ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ താക്കീത് ലോകമെമ്പാടുമുള്ള AI കമ്പനികൾക്കുള്ള മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ്.